വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്നേ നല്ല അടിപൊളി ഒരു കോട്ടയം സ്റ്റൈല് മീൻകറി വെക്കാനാണ് പോകുന്നത്. ഏത് മീൻ വേണേലും ഈ രീതിയിൽ നിങ്ങളൊന്ന് കറി വെച്ച് നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി വെക്കാൻ വേണ്ടി നമുക്കിപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടി നമ്മൾ ഒരു 3-4 കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഒരു കൈ നിറയെ ഉള്ളി, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി. ഇത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി ഒരു 2 സ്പൂൺ നമ്മൾ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 3-4 കഷ്ണം പച്ചമുളക് നമ്മൾ നടുവേ കീറിയെടുക്കണേ. നമ്മുടെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ സെറ്റാക്കി വെക്കുക. നമുക്ക് ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. എന്ത് മീൻ വേണമെങ്കിലും നമ്മൾ ഈ രീതിയിൽ നന്നായിട്ട് ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ എടുത്ത് സെറ്റാക്കി വെക്കണേ. അതിനുശേഷം നമ്മൾ നല്ല വെളിച്ചെണ്ണ, നമ്മളിവിടെ ഒരു ചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ 1 സ്പൂൺ ഉലുവയാണ് ഇട്ടത് ആദ്യം. അതിനുശേഷം നമ്മളിപ്പം 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഉലുവയും നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പം നന്നായിട്ട് ആ എണ്ണയ്ക്കകത്ത് കിടന്ന ആ കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വന്ന ശേഷം നമ്മുടെ കൈക്ക് ഒരു കൈ ചെറിയ ഉള്ളിയാണ്, നമ്മൾ അത്രയും ചെറിയ ഉള്ളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴഞ്ഞു വരണം. എന്ത് മീൻ വേണേലും നമുക്ക് ഈ രീതിയിൽ കറി വെച്ച് നോക്കാവേ. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് കറി വെച്ച് നോക്കണം. ഈ മീൻ കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് വഴഞ്ഞ് കഴിയുമ്പം നമ്മളൊരു 3-4 കഷ്ണം പച്ചമുളക് നടുവേ കീറിയതും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും ഉള്ളി ഒക്കെ നന്നായിട്ട് ആ വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് വഴഞ്ഞ് കഴിയുമ്പം നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുകൊണ്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചതച്ചിടുമ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ടേസ്റ്റൊക്കെ നമ്മുടെ എണ്ണയ്ക്കകത്തോട്ട് ഡയറക്റ്റ് അങ്ങ് ഇറങ്ങും. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഈ അരപ്പ് നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടണം കേട്ടോ. നമുക്ക് കുറച്ച് സമയം നന്നായിട്ടൊന്ന് ആ ഉള്ളിയും ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആ പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം വേണ്ടേ അതൊന്ന് വഴണ്ടി കഴിയുമ്പോൾ നമുക്ക് ഒരു തക്കാളി നന്നായിട്ട് മിക്സിക്കകത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മീൻ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ശരിക്കും നമ്മൾ തക്കാളി ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി കഴിയുമ്പം നമ്മൾ അതിലേക്ക് തക്കാളി അരച്ചതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി അരച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ തക്കാളി പേസ്റ്റും കൂടി ഇട്ട് നല്ലതായിട്ട് നല്ല കുറാന്നായിട്ടുണ്ട്. നമ്മുടെ ആ ഒരു മീൻ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ആ എണ്ണയ്ക്കകത്ത് കിടന്ന് ഇതെല്ലാം ഒന്ന് വഴഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കാവേ. നല്ലതായിട്ട് വഴഞ്ഞ് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. അതൊരു ഇതാണ്. ഇതിലേക്ക് നമ്മൾ ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ഫൈനലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴഞ്ഞ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ വേണ്ട ഇതൊരു നല്ലതായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നമ്മളിതിലേക്ക് ഒരു ചെറിയ സ്പൂണിന് നമ്മളൊരു 4-5 സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ സ്പൂണിന് ഒരു 4-5 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിന് ആവശ്യത്തിന് നമുക്ക് മുളക് പൊടി ചേർക്കാം. അപ്പോൾ തന്നെ മുളക് പൊടിയും കൂടിയിട്ട് നമ്മൾ അരപ്പിനകത്തോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ എല്ലാം തന്നെ അതിനകത്തിലുള്ള അരപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ മുളക് പൊടിയുടെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നമ്മളൊന്ന് അരപ്പൊന്ന് ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ പൊടികൾ ചേർക്കാൻ. അത് മറന്നു പോകില്ല കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് മാത്രമേ ചേർക്കാവുള്ളൂ. അതിനുശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടു. നന്നായിട്ട് അരപ്പയിലോട്ട് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട് നമുക്ക്. അതിനുശേഷം നമ്മളിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കുടംപുളി ഒരു 5 അല്ലെ ചെറിയ കഷ്ണം കുടംപുളിയാണ്. കുടംപുളി ഇട്ട് വെച്ചൊരു മീൻ കറിക്ക് വേറൊരു പ്രത്യേക ടേസ്റ്റാണ്. ആക്ച്വലി വേണമെങ്കിൽ നമുക്കിത് ചൂടുവെള്ളത്തിനകത്ത് കുടംപുളി ഇട്ട് വെച്ച് ആ ചൂടുവെള്ളം കൂട്ടി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഒഴിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഈ അരപ്പിലേക്ക് ഒഴിക്കുന്നത് ചൂടുവെള്ളമാണ്. ചെറിയ ചൂടുവെള്ളം നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന ചെറിയ ചൂടുവെള്ളമാണ് നമ്മൾ ഈ അരപ്പിലേക്ക് ഒഴിക്കുന്നത്. വേണം നമുക്ക് കുടംപുളി ഈ ചൂടുവെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചാലും മതി കേട്ടോ. ചെറിയ ചൂടുവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടേ. അപ്പോൾ രണ്ടും ഒരേ എഫക്റ്റ് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ കുടംപുളിയുടെ ആ ഒരു പുളിയൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങി വരും ആ വെള്ളത്തിലേക്ക്.
ചൂടുവെള്ളം മാത്രമേ നമ്മൾ ഒഴിക്കാവുള്ളൂ എന്നാണ്. ഇനി ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നല്ല നമ്മൾ ഉപ്പൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിരുന്ന എന്ത് മീൻ വേണമെങ്കിലും നമുക്ക് ഈ മീൻ തിളയ്ക്കുന്ന അരപ്പിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനിയും മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീനിന് അധികം വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് നല്ല കുറുകി കിട്ടും നമുക്ക് ഈ രീതിയിലൊന്ന് നമ്മൾ തയ്യാറാക്കുമ്പോഴേ. തക്കാളിയൊക്കെ നമ്മളിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പം നമ്മുടെ ചാറിനാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റും ഒരു നല്ല കുറുകുറാന്നിരിക്കും. അപ്പോൾ വേണ്ട നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് ഇനി ചാറ് വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അപ്പോൾ വേണ്ട നമ്മുടെ മീൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്നിങ്ങനെ കുലുക്കി ഒന്ന് ഫുള്ള് മീനും ഇതിനകത്തോട്ടൊന്ന് ഒന്നിങ്ങനെ ഇറക്കി കൊടുക്കണേ. ഇനി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് നമ്മുടെ മീൻ അങ്ങോട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ടണം. അപ്പോൾ നമുക്കൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലാസ്റ്റ് ഒരു ഫൈനൽ ഇതും കൂടെ നമുക്ക് നോക്കാവേ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ നോക്കാം. ഇപ്പോൾ നമ്മൾ ഇത് അടച്ചു വെച്ച് നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മളൊക്കെ കാണാൻ പറ്റും, ആ സൈഡിൽ കണ്ടോ എണ്ണയൊക്കെ ഇങ്ങനെ മാറി തെളിഞ്ഞ് വന്നിരിക്കുന്നൊരു പരുവാണ് ഇതിൻ്റെ കറക്റ്റ് സമയം എന്ന് പറയുന്നത്. അതായത് ഇത് വെന്തൊന്നൊക്കെ അത് നമ്മുടെ ആ എണ്ണ ഇങ്ങനെ നന്നായിട്ട് രണ്ട് സൈഡിലേക്ക് മാറി നിൽക്കും. നമ്മൾ ആ ചാറെടുത്ത് നോക്കിയാൽ നല്ല കൊഴുപ്പുള്ള ചാറാണ്. ആക്ച്വലി ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടോ നമ്മുടെ ആ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് നല്ല കപ്പ വേവിച്ചത് നല്ല മീൻ കറി, നല്ല മുളകിട്ട മീൻ കറിയും കൂടി ഇട്ട് നല്ല പുളി നല്ല കുടംപുളി ഇട്ട് വെച്ചിട്ടുള്ള മീൻ കറിയും കൂടി ഇട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ണാനാണെങ്കിലും നമുക്ക് വേറെ കറിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള കോട്ടയം സ്റ്റൈലിലുള്ള വേറെ വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.